തലസ്ഥാനത്തേക്ക് പോകണം. നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ ഭൈരവ് ബറ്റാലിയന്റെ അരങ്ങേറ്റം കൂടിയാണ് ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നത്. ഇന്ന് നമുക്ക് ധീര ജവാന്മാരെ കൂടിയൊക്കെ ഓർത്ത് പോകണം എന്ന് തോന്നുന്നു. അവരുടെ പേര് ആദ്യം തന്നെ പറയേണ്ടതാണ്. നമ്മുടെ ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച ധീര ജവാന്മാർ, അവരെ ഓർക്കാതെ നമുക്ക് ഒരു റിപ്പബ്ലിക് ദിനവും കടന്നു പോകില്ല അല്ലേ? അത് ഇവിടെ ഇരിക്കുന്നവർക്ക് പലപ്പോഴും ഒരു തവണയെങ്കിലും അതിർത്തി മേഖല സന്ദർശിക്കണം, അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും എങ്ങനെയാണ് നമ്മുടെ സൈനികർ കഴിയുന്നതെന്നുള്ള അവർ കഴിയുന്ന സാഹചര്യങ്ങൾ അറിയണം. അവർ ഇവിടെ ഇരുന്ന് സാഹിത്യം പറയാൻ വളരെ എളുപ്പമാണ്, വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. ഈ എന്തുകൊണ്ട് വിമർശിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടുന്നു, എന്തുകൊണ്ട് ആത്മവിശ്വാസം കിട്ടുന്നു എന്നുള്ളത് മറന്നു പോവുകയാണ് പലരും. എന്തുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക് ദിനം ഇങ്ങനെ ആഘോഷിക്കുന്നു? എല്ലാത്തിനും കാരണം ഇവിടെ കിടന്ന് ഇറങ്ങുന്നതെങ്കിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മഞ്ഞിലും മണരാരണ്യത്തിലും കാട്ടിലും മേറ്റിലും ഇങ്ങനെ എന്തൊക്കെയാണ് അവിടുത്തെ കാലാവസ്ഥ, കണ്ണടയ്ക്കുമ്പോൾ പോലും ഓരോ സൈനികരുടെയും മനസ്സിൽ സ്വന്തം ഭാരതം, അവിടുത്തെ ജനങ്ങൾ വേറൊരു മൈൻഡ് സെറ്റിലാണ് എന്നാണ് അവർ പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതും നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കാം. നമുക്ക് നേരെ തലസ്ഥാനത്തേക്ക് പോകാം. അവിടെ വീണ കാത്തിരിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങളൊക്കെയാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ദേശീയ പതാക ഉയർത്തുക. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടിയിൽ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. കേരളത്തിന്റെ അടക്കം ഫ്ലോട്ടുകൾ അവിടെ റെഡിയാണ്. അപ്പോൾ തലസ്ഥാനവും അതേ രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തൊക്കെ ക്രമീകരണങ്ങൾ, എപ്പോഴാകും പരിപാടികളൊക്കെ തുടങ്ങുക വീണ? അശ്വതി, റിപ്പബ്ലിക് ദിന ആശംസകൾ. തലസ്ഥാനത്തും അതായത് തിരുവനന്തപുരത്തും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിന ആഘോഷം നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടി നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ പരിപാടി ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തും. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ സേനകളുടെ അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളുടെയും കുട്ടികളടക്കമുള്ള വിവിധ വിഭാഗങ്ങളുടെയും ഒക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സേനകളുടെയും NSS, സ്റ്റുഡൻറ് പോലീസ്, കേഡറ്റ് തുടങ്ങിയ വിഭാഗങ്ങൾ അഭിവാദ്യം ചെയ്യും, ഗവർണറെ അഭിവാദ്യം ചെയ്യും. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം NSS ആദ്യമായി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. 40 കുട്ടികളാണുള്ളത്. അതിൽ 20 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണുള്ളത്. ആദ്യമായാണ് സ്റ്റുഡൻറ് സർവീസ് സ്കീമിലെ കുട്ടികൾ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഈ ഒരു പരേഡിൽ പങ്കെടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സേനാ വിഭാഗങ്ങളുടെ പാറ്റൂണുകൾ അരങ്ങേറിയത് അത് ഗവർണർ അഭിവാദ്യം ചെയ്തതിന് ശേഷം തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം ഗവർണർ വായിക്കും. അതിനായി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. നിരവധി വിദ്യാർത്ഥികൾ ഈ പരേഡിന് പങ്കെടുക്കുന്നതിനും ഇതിന് ഭാഗമാകാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് വീക്ഷിക്കുവാനും സംസ്ഥാനത്തെ തിരുവനന്തപുരത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ വീക്ഷിക്കുവാനും നിരവധി കുട്ടികളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി, അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആഘോഷങ്ങൾക്കാണ് സംസ്ഥാനവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശക്തി പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. ഒപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഈ സ്കൂളുകളിലൊക്കെ ഇന്ന് പോകാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. കാരണം കുട്ടികളെല്ലാം ഒരുപോലെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് റിബണൊക്കെ കെട്ടി എത്ര മനോഹരമായി ദേശഭക്തി ഗാനമൊക്കെ ആലപിക്കുന്ന ആ യൂണിഫോം ധരിച്ചെത്തുന്നു. NCCയിൽ കയറാൻ പറ്റാത്തവർ അസൂയോടെ നോക്കുന്നു എന്നെ പോലുള്ളവർ. സാർ അങ്ങനെ എന്തെങ്കിലും സംഘടനയിലുണ്ടായിരുന്നോ? NSSൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതും കോളേജിലെത്തുമ്പോൾ. സ്കൂൾ പഠനകാലത്ത് അങ്ങനെ ഒരു സൗകര്യം ഉള്ള സ്കൂളുകളിലല്ല ഞാൻ പഠിച്ചത്. ഇപ്പോൾ NSS എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി. പറയുന്നത് ട്രൈവലാണെന്ന് അറിയില്ല. NSS എന്ന് പറയുമ്പോൾ എടുത്തു പറയണം. അതിന് കാരണം ഇന്ന് എത്ര സ്കൂളുകളിൽ NSS ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. കോളേജുകൾ മാത്രമാണോ, കോളേജുകളിലേക്ക് മാത്രമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നാഷണൽ സർവീസ് +1 +2 ആയതുകൊണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് +1 +2 ഇല്ല, പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഏതായാലും ക്യാമ്പസുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നാഷണൽ സർവീസ് സ്കീം. ഒരു പക്ഷേ കുറച്ചുകൂടി നമ്മുടെ അധികൃതരുടെ അടക്കം സർക്കാരിൻ്റെ അടക്കം ശ്രദ്ധ പതിയേണ്ട ഒരു വിഭാഗമാണ് NSS എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇന്ന് ഒരു ഭാഗത്ത് മൊബൈൽ ഫോണിലേക്കും ലാപ്ടോപ്പുകളിലേക്കും ഒതുങ്ങുകയും അതിനുശേഷം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു സമ്മർദ്ദ ഫലമായി എൻട്രൻസ് എന്നുള്ളൊരു ട്രാപ്പിൽ വീഴുകയും ചെയ്യുന്ന കുട്ടികളുടെ എത്ര കണ്ട് സാമൂഹിക അവബോധമുണ്ട്. വലിയ വാക്കുകൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ എത്രമാത്രം അവർ കണക്ട് ചെയ്യുന്നു. ഞാൻ ജെൻസിയെ കുറ്റം പറയുക അല്ല, കാര്യം ജെൻസി നന്മയുള്ളവരാണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാം. പക്ഷേ അവർക്കൊരു വേദി ഉണ്ടാക്കുക, സമൂഹമായ ഒരു കണക്ട് ഉണ്ടാക്കുക. നമ്മൾ ജീവിക്കുന്ന ഒരു പക്ഷേ വളരെ
സൗഭാഗ്യമുള്ള കുട്ടികൾ ജീവിക്കുന്ന ഒരു ലക്ഷറിയസ് അറ്റ്മോസ്ഫിയറിന് പുറത്ത് ഒരു ലോകമുണ്ടെന്നും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ടെന്നും ഉള്ളൊരു സംഗതി. അതിനൊപ്പം തന്നെ കേവലം നമ്മുടെ ഈ ഒരു അണുകുടുംബ സെറ്റപ്പിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നാളെ നമ്മുടെ കരിയറിന് അപ്പുറത്തേക്ക് ഉള്ള സമൂഹത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു അർപ്പണബോധമുണ്ടെന്നും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആവേശം, പ്രത്യേകിച്ച് NSSന്റെ 10 ദിവസത്തെ ക്യാമ്പ് നൽകുന്ന ഒരു അനുഭൂതി. ആവേശം തന്നെയാണ്. ഒരുമിച്ച് ഭക്ഷണം അവിടെ ചെല്ലുന്നിടത്ത് അവർ ആതിഥേയരാകുന്നു. അത് ആ ഒരു സ്കൂളിൽ തന്നെയാണ് ക്യാമ്പ്. അപ്പം ഒരു എന്താ പറയുന്നത്, ഒരു വ്യക്തി എന്നതിനപ്പുറം ഒരു സമൂഹമായി ഇടപഴകുന്ന ഒരു സാഹചര്യം. വലിയ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. തറയിലായിരിക്കും, നിലത്തായിരിക്കും കിടക്കുക, ബാത്റൂം, പൊതുവായിട്ടുള്ള ബാത്റൂം, നാട്ടുകാർ ഒരുക്കി കൊടുക്കുന്ന ഭക്ഷണം, സൗകര്യങ്ങൾ. പക്ഷെ അതും ഉണ്ടാകുന്ന ഒരു ഇന്ററാക്ഷൻ, അവരുമായി ഉണ്ടാകുന്ന ആ ഒരു ഗാനം തന്നെ, മനസ്സ് നന്നാകട്ടെ മതമേതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെന്നും മാമ്പൂക്കൾ വിടരട്ടെ. സജീവമായിരുന്നല്ലോ NSS. അതെ.